എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 15/11/2025 നടത്തിയ മെയ്റ്റ് റൺ ഗ്രേഡ് 1 പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 149/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി, ഒന്നാമത്തേതും മൂന്നാമത്തെയും പ്രസ്താവനകൾ മാത്രം ശരിയാണ്. 1, 3. മൂന്നാം എസ്റ്റേറ്റ് പ്രതിനിധികൾ ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. അബേസിയസ്, മിറാബോ എന്നിവരായിരുന്നു ദേശീയ അസംബ്ലിയുടെ നേതാക്കന്മാർ. ബാസ്റ്റീൽ കോട്ട ആക്രമണം നടന്നത് 1789 ജൂലൈ 14. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, തൃപ്പടിദാനം. ശരിയായ കാലഗണന ഓപ്ഷൻ സി, 2, 1, 3. 1721 നടന്ന ആറ്റിങ്ങൽ കലാപം, 1741 നടന്ന കുളച്ചൽ യുദ്ധം, 1750 തൃപ്പടിദാനം. എങ്ങനെയാണ് കാലഗണനാക്രമം? ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ കണ്ടെത്തുക. ശരിയായ ജോഡി ഓപ്ഷൻ ഡി, രണ്ടാമത്തേത് മാത്രം. നിഴൽ താങ്കലുകൾ, വൈകുണ്ഠസ്വാമികൾ എന്ന ജോഡിയാണ് ശരിയായത്. കല്ലുമല സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. മുക്കുത്തി സമരം ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ നേതൃത്വത്തിൽ. ദർശനമാല എന്നത് ശ്രീനാരായണ ഗുരു രചിച്ച ഒരു ഗ്രന്ഥമാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തതേത്? ചൗരി ചൗര സംഭവം, ഇൽബർട്ട് ബിൽ വിവാദം, വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനം, ഖിലാഫത്ത് പ്രസ്ഥാനം. നിസ്സഹകരണ സമരവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ബി, 2, 3, 4 പ്രസ്താവനകളാണ് ശരിയായത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം, മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചു. EV രാമസ്വാമി നായ്ക്കർ സമരത്തെ പിന്തുണച്ചു. ഉത്തര ധ്രുവത്തിനടുത്തുള്ള ഈ ദ്വീപ് പ്രദേശം ഡെൻമാർക്കിൻ്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ മേഖലയാണ്. സിംഹഭാഗവും വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷിതത്വത്തിന് ഈ മേഖല നിർണായകമാണ്. ഈ കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണത്തിനായി ശ്രമിക്കുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് പ്രദേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ, ഗ്രീൻലാൻഡ്. വിവിധ തരം മഴകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി, 1, 2 എന്നിവ മാത്രം. പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശങ്ങളിൽ തട്ടി ഉയർന്നു പൊങ്ങി തണുത്തുറഞ്ഞു പെയ്യുന്ന മഴയാണ് ശൈലവൃഷ്ടി. വായു ചൂടാകുമ്പോൾ ഭാരം കുറഞ്ഞ് വികസിച്ച് മുകളിലേക്ക് ഉയർന്ന് ഘനീഭവിച്ചുണ്ടാകുന്ന ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ ദിവസേന ഉച്ചയ്ക്ക് ശേഷം കൂടുതലായി ലഭിക്കുന്നത് സംവഹന വൃഷ്ടിയാണ്. ചുവടെ നൽകിയിരിക്കുന്ന പട്ടികയിൽ സമുദ്രജല പ്രവാഹങ്ങളും അവ കാണപ്പെടുന്ന സമുദ്രങ്ങളും ശരിയായി യോജിപ്പിക്കുക. ഓപ്ഷൻ എ, 1 സി, 2 എ, 3 ബി, 4 ഡി. അഗുൽഹാസ് പ്രവാഹം, ഇന്ത്യൻ മഹാസമുദ്രം. കുറോഷിയോ പ്രവാഹം, പസഫിക് സമുദ്രം. ലാബ്രഡോർ പ്രവാഹം, അറ്റ്ലാന്റിക് സമുദ്രം. ഹംബോൾട്ട് പ്രവാഹം, ആർട്ടിക് സമുദ്രം. പശ്ചിമഘട്ടത്തെയും പൂർവ്വഘട്ടത്തെയും താരതമ്യം ചെയ്യുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, 1, 3 എന്നിവ മാത്രം. പശ്ചിമഘട്ടം പൂർവ്വഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയതും തുടർച്ചയായതുമാണ്. മഹാനദി, ഗോദാവരി തുടങ്ങിയ നദികൾ പൂർവ്വഘട്ടത്തെ മുറിച്ച് കടന്ന് പോകുന്നു. ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്തഗഡ കൊടുമുടിയാണ്. വിദൂര സംവേദനം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, 1, 2, 3 എന്നിവയെല്ലാം. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ സംബന്ധിച്ച വിവരങ്ങൾ സ്പർശബന്ധനം കൂടാതെ ശേഖരിക്കുന്ന രീതിയാണിത്.
കൃത്രിമ ഉപഗ്രഹങ്ങൾ വിദൂര സംവേദനത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂവിനിയോഗം, ധാതുസമ്പത്തുകളെ കണ്ടെത്തൽ തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രയോജനകരമാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2, 3 എന്നിവയെല്ലാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിനും കാമ്പിനും ഇടയിലായി മാൻഡിൽ സ്ഥിതി ചെയ്യുന്നു. ഭൂമിയുടെ കേന്ദ്രഭാഗത്തുള്ള പാളിയാണ് കാമ്പ്. ഇത് പ്രധാനമായും നിക്കലും ഇരുമ്പും കൊണ്ട് നിർമ്മിതമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ നിസാർ ദൗത്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1, 2 മാത്രം. ഇത് നാസയും ISROയും സംയുക്തമായി നടത്തുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ്. ഇത് ഭൂമിയുടെ ഉപരിതല മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹ ദൗത്യമാണ്. നിസാർ വിക്ഷേപണത്തിന് ISROയുടെ GSLV F-16 റോക്കറ്റാണ് ഉപയോഗിച്ചത്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ അവസാന ഡെപ്യൂട്ടി ചെയർമാൻ? ഓപ്ഷൻ എ മൊണ്ടക് സിംഗ് അഹ്ലുവാലിയ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉത്തര മഹാസമതലത്തിൻ്റെ പ്രത്യേകതകൾ? ഓപ്ഷൻ എ 1, 2 ശരി. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം? ഓപ്ഷൻ സി പരുത്തിത്തുണി വ്യവസായം. സാധാരണയായി ബാങ്കുകൾ ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം നൽകുന്നത് ഏതുതരം ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ്? ഓപ്ഷൻ ഡി പ്രചലിത നിക്ഷേപം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തൃതീയ മേഖലയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതിൻ്റെ കാരണങ്ങൾ? ഓപ്ഷൻ ബി 1, 2, 3 ശരിയാണ്. പ്രൈമറി സെക്കൻഡറി മേഖലകളുടെ വികസനം കൂടുന്നതിനനുസരിച്ച് സേവനങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിച്ചു. വരുമാന നിലവാരം കൂടുന്നതിനനുസരിച്ച് ആളുകൾ സേവനങ്ങൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ICT പോലുള്ള സേവനങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. 2022 സാമ്പത്തിക ശാസ്ത്ര നോബൽ പ്രൈസ് ജേതാക്കൾ? ഓപ്ഷൻ എ ബെൻ എസ് ബർണാഗ്, ഡഗ്ലസ് ഡയമണ്ട്, ഫിലിപ്പ് ഡിബ്വിഗ്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ? ഓപ്ഷൻ ബി 1, 3 ശരി. 2014 ഭാരത സർക്കാർ തുടങ്ങിയ ഒരു സംരംഭം ദേശീയ സ്ഥാപനങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഉദ്ദേശം. 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബിൽ പരിഗണിച്ച ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ജഗദാംബിക പാൽ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നടപ്പിലാക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി 106 ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പൗരത്വം ആർജിക്കാനുള്ള മാർഗങ്ങൾ താഴെ പറയുന്നു. ഇവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരി. ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം, പ്രദേശ സംയോജനം മൂലം ലഭിക്കുന്ന പൗരത്വം. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് എഴുതുക. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ടാൽ പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ്. നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിൻ്റെ താൽപ്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമ്പത്തിക സാമൂഹ്യ നീതിക്ക് ഊന്നൽ നൽകുന്നു. നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ തെറ്റായത് ഓപ്ഷൻ എ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരി. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം, ആണവോർജ്ജം, തുറമുഖങ്ങൾ, ആദായ നികുതി. സംസ്ഥാന ലിസ്റ്റ് മൃഗസംരക്ഷണം, പൊതുജനാരോഗ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ജയിൽ. കൺകറന്റ് ലിസ്റ്റ് വിദ്യാഭ്യാസം, വനങ്ങൾ, വിവാഹവും വിവാഹമോചനവും, മായം ചേർക്കൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച മൗലികാവകാശം എന്താണ്? ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി
2, 4 ശരി. ക്യാബിനറ്റ് മിഷൻ പദ്ധതി അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപം കൊണ്ടത്. 1949 നവംബർ 26-നാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഭരണഘടന അംഗീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മുഖ്യധാരയിൽ എത്തിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി അനന്യം പദ്ധതി. കേരളത്തിൽ GSDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖല ഏതാണ്? ഓപ്ഷൻ സി തൃതീയ മേഖല. തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ ബി 2, 3, 4 ശരി. ഉപരിതല ജലം സംരക്ഷിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ. വയലുകൾ, കുളങ്ങൾ, ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളിലും തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടുന്നു. പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികളാണ് തണ്ണീർത്തടങ്ങൾ. തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ഉടമ്പടി റാംസാർ കൺവെൻഷൻ ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ ആഗോളതാപനം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, കൃഷിമന്ത്രി, ചീഫ് സെക്രട്ടറി. കേരള നിയമസഭ പാസാക്കിയ കേരള കാർഷിക ബന്ധ ബില്ലിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കൈവശ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക, പാട്ടവ്യവസ്ഥകൾ റദ്ദാക്കുക, ജന്മിത്വം അവസാനിപ്പിക്കുക, മിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം ജന്മിമാർക്ക് നൽകുക. ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി. കേരളത്തിലെ 7ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ സി KN ഹരിലാൽ. കേരളത്തിലെ ഇപ്പോഴത്തെ DGP ആരാണ്? ഓപ്ഷൻ എ റവാഡ A ചന്ദ്രശേഖർ. ഏത് സാങ്കേതിക വിദ്യയ്ക്കാണ് 2020 കാർപെൻറ്റിയർ, ജെന്നിഫർ എഡവണ്ണ എന്നീ ശാസ്ത്രജ്ഞർക്ക് രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ CRISPR-Cas9. ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയകൾ അറിയപ്പെടുന്നത് ഏത് നാമത്തിലാണ്? ഓപ്ഷൻ സി സൂപ്പർ ബഗുകൾ. കണ്ണുകളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന എൻസൈമിൻ്റെ പേര്? ഓപ്ഷൻ ബി ലൈസോസോം. നോസിസെപ്ഷൻ എന്ന പ്രവർത്തനം ഏത് സംവേദനവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ എ വേദന. താഴെ തന്നിരിക്കുന്നവയിൽ DNA-യിൽ ഇല്ലാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഓപ്ഷൻ എ യുറാസിൽ. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി സെപ്റ്റംബർ 29. അനൈറോബിക് ശ്വസനം നടക്കുന്നത് ഏതിൽ? ഓപ്ഷൻ സി ബാക്ടീരിയ. RBCയിലെ വർണ്ണകം? ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 6 ഫോക്കസ് ദൂരം F ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന സമവാക്യം? ഓപ്ഷൻ സി F = R/2. കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ പന്ത് 100 മീറ്റർ മുകളിലേക്ക് സഞ്ചരിച്ച ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുകയാണെങ്കിൽ പന്തിൻ്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? ഓപ്ഷൻ എ 0. മനുഷ്യന് ശ്രവണസാധ്യമായ ശബ്ദപരിധി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ശിവശക്തി. അപാർ ഐഡിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ ഒരു രാഷ്ട്രം ഒരു സ്റ്റുഡൻറ് ID. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഗ്രാഫൈറ്റ്, വജ്രം എന്നിവ കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണ്. പ്രകൃതിദത്തമായ ഏറ്റവും കാഠിന്യം കൂടിയ പദാർത്ഥമാണ് വജ്രം. വൈദ്യുതിയെ കടത്തിവിടാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വജ്രം. സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഉത്കൃഷ്ട വാതകം അല്ലെങ്കിൽ വാതകങ്ങൾ? ഓക്സിജൻ, ഹീലിയം, ഹൈഡ്രജൻ, നിയോൺ. ഓപ്ഷൻ സി 2, 4.
ഹീലിയം, നിയോൺ. കാർബൺ ഡൈ ഓക്സൈഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ളത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ജലീയ ലായനിയുടെ pH മൂല്യം 7 കൂടുതലായിരിക്കും. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ഏതാണ്? അമോണിയ, സൾഫർ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്. ഓപ്ഷൻ ബി 2ഉം 4ഉം. സൾഫർ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ് ഓസോൺ കൂടുതലായി കാണപ്പെടുന്നത്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഓസോൺ പാളി ശോഷണത്തിന് കാരണമായ വസ്തുക്കളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടുള്ള ഉടമ്പടി 1987 മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും ഉന്നതമായ സാഹിത്യ പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ സി എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യമായി ദേശീയ പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി നീലക്കുയിൽ. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി എന്ന പ്രസിദ്ധഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി പയ്യന്നൂർ സത്യാഗ്രഹം. താഴെ പറയുന്നവയിൽ ഏത് ക്ലാസിക്കൽ നൃത്തമാണ് ജനിച്ച ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കുച്ചിപ്പുടി. MT വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഓപ്ഷൻ ബി ഭീമസേനൻ. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് മത്സരം നടന്നത്? ഓപ്ഷൻ സി ഇന്ത്യ. ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ മലയാളി താരമായ മിന്നുമണി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ക്രിക്കറ്റ്. സാധനങ്ങളിലെ ദ്വിമാന കോഡിൻ്റെ വിശദാംശങ്ങൾ സ്കാൻ ചെയ്യാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി QR കോഡ് റീഡർ. ഓപ്പൺ സോഴ്സ് ബ്രൗസർ സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി മോസില്ല ഫയർഫോക്സ്. ഏത് നെറ്റ്വർക്ക് ഉപകരണം അതിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന എല്ലാ നോഡുകളുടെയും വിലാസം സംഭരിക്കുന്നു? ഓപ്ഷൻ ബി ഹബ്. ഒരു വെബ് പേജിൽ സ്ക്രോളിംഗ് ചിത്രങ്ങളും വാചകങ്ങളും ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു HTML ടാഗാണ്? ഓപ്ഷൻ സി ടാഗ് മാക്വി. കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ സൂചന ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം, GI ടാഗ് നേടിയ ഏറ്റവും പുതിയ ഉൽപ്പന്നം? ഓപ്ഷൻ ഡി കണ്ണാടിപ്പായ. പോക്സോ ആക്ട് 2012 പ്രകാരം കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമ കേസുകൾ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി ഓപ്ഷൻസ് ബി ആൻഡ് സി സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ലോക്കൽ പോലീസ്. വിവാഹിതയായ ഒരു സ്ത്രീയോട് ലൈംഗിക ബന്ധം പുലർത്തുന്നത് ക്രിമിനൽ കുറ്റമായി കാണുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു വകുപ്പ് സ്ത്രീകളോട് വിവേചനപരമായി നിലകൊള്ളുന്നു എന്ന കാരണത്താൽ 27 സെപ്റ്റംബർ 2018 ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന സുപ്രധാന വിധിയിലൂടെ സുപ്രീം കോടതി അസാധുവാക്കി. ഏതാണ് ആ വകുപ്പ്? ഓപ്ഷൻ ബി സെക്ഷൻ 497. പട്ടികജാതി പട്ടികവർഗ നിയമം 1989 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ പ്രതിപാദിക്കുന്ന പ്രത്യേകതരം വിവേചനത്തിനെതിരെയുള്ള നിയമമാണ്? ഓപ്ഷൻ സി ആർട്ടിക്കിൾ 17. വിവരാവകാശ നിയമം 2005 പ്രകാരം സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ പരമാവധി എണ്ണം എത്ര? ഓപ്ഷൻ ഡി 10. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആരംഭിച്ച ഇന്ത്യയിൽ ആദ്യ ഗവൺമെൻറ് പിന്തുണയോടുള്ള OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര്? ഓപ്ഷൻ എ സി സ്പേസ്. പോക്സോ ആക്ട് 2012 പ്രകാരം നിയമത്തിൻ്റെ നടത്തിപ്പ് നിരീക്ഷിക്കാൻ ഏത് അധികാരിയാണ് ഉത്തരവാദി? ഓപ്ഷൻ ബി കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനുള്ള ദേശീയ കമ്മീഷൻ.
ഗാർഹിക പീഡന നിയമപ്രകാരം നിയമിക്കപ്പെടുന്ന സംരക്ഷണ ഉദ്യോഗസ്ഥൻ്റെ പങ്ക് എന്താണ്? ഓപ്ഷൻ സി, ഗാർഹിക സംഭവ റിപ്പോർട്ട് തയ്യാറാക്കുകയും നടപടിക്രമങ്ങളിൽ കോടതിയെ സഹായിക്കുകയും ചെയ്യുക. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 71 ഓപ്ഷൻ ബി 115 ഡിഗ്രി. 72 ഓപ്ഷൻ ഡി 5143. 73 ഓപ്ഷൻ എ 10. 74 ഓപ്ഷൻ സി 43. 75 ഓപ്ഷൻ സി 46. 76 ഓപ്ഷൻ ബി 15. 77 ഓപ്ഷൻ എ 35. 78 ഓപ്ഷൻ ഡി 0.594. 79 ഓപ്ഷൻ എ 158. 80 ഓപ്ഷൻ സി 3:5. അടുത്തതായി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. Oh, I just forgot to bring the book. Identify the part of speech of the underlined word. Option B, interjection. Choose the correct pair of prepositions to complete the sentence. The documentary will be screened dash the conference hall dash the second floor tomorrow. Option A, in and on. Use the correct tense form to complete the given sentence. They dashed the club a year ago. Option C, joined. Fill in the blank using the correct word to complete the idiom. A bolt from the dash. Option D, blue. Convert the following sentence from active voice into passive voice form and choose the correct answer. They selected him. Option B, he was selected by them. Find out the incorrectly spelled word from the options given below. Venture, entrepreneur, succor, etiquette. Option C. The correct spelling is SUCCOUR, meaning help or relief. Find out the idiom which means decide or agree to stop doing something. Option D, call it a day. Which of the following is not a synonym for the word assuage? Option D, aggravate. Dash is an example for an onomatopoeic word. Option B, splash. Choose the correct conditional clause to complete the sentence. Dash, they would have won the match. Option A, if they had played well. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഏതാണ്? ഓപ്ഷൻ ബി, ശ്രേഷ്ഠം. മയിൽ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത്? ബർഹി, ഷിഖി, കീരം, കേകി. പര്യായം അല്ലാത്തത് ഓപ്ഷൻ സി. തെറ്റായ അർത്ഥമുള്ള ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി, നവനീതം, പ്രാവ്. ജഗന്നാഥൻ പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി, ജഗത് പ്ലസ് നാഥൻ. കഷ്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഓപ്ഷൻ എ, ശതകം ചൊല്ലിക്കുക. ഒറ്റപദം കണ്ടെത്തുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. ഓപ്ഷൻ സി, നൈയായികൻ. നൃപ പ്ലസ് ഇന്ദ്രൻ ചേർത്തെഴുതിയാൽ ഓപ്ഷൻ എ, നൃപേന്ദ്രൻ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി, യവനൻ, യവനി. അധോമുഖൻ എന്ന പദത്തിൻ്റെ വിപരീത പദം ഓപ്ഷൻ ഡി, ഉന്മുഖൻ. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി, റോഡിൽ കാണുന്ന സീബ്ര വരകൾ പദയാത്രികർക്ക് വേണ്ടിയുള്ളതാണ്. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ PSC അത്
ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.